കഴിഞ്ഞൊരു വീഡിയോയിൽ നമുക്കായിട്ടൊരിടം വേണമെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടപ്പോൾ 1-2 കമൻസ് വന്നിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. നമ്മൾ മലയാളികൾക്ക് പ്രൈവസി, സ്വയം തീരുമാനങ്ങൾ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഒരു തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. നാളെ നീ ഒരു അമ്മയും അമ്മായി അമ്മയൊക്കെ ആകും, അപ്പോൾ നിനക്ക് മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നവരോട്, അതേ, ഞാനും നാളെ അമ്മയും അമ്മായി അമ്മയൊക്കെ ആവും, പക്ഷേ എൻ്റെ മക്കൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരോടൊപ്പം സ്വതന്ത്രമായി ജീവിക്കാൻ ഒരിടം നൽകുന്ന, ചിറകിനടിയിൽ ഒളിപ്പിക്കാത്ത ഒരമ്മയാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നത് അവർ ഈ ലോകത്തെ ഏത് കോണിലും പോയി സ്വന്തം കാലിൽ നിൽക്കാനാണ്. അല്ലാതെ കല്യാണം കഴിഞ്ഞാലും എൻ്റെ സാരിത്തുമ്പിൽ തന്നെ മകനും മരുമകളും നിൽക്കണം എന്ന വാശി പിടിക്കലല്ല. ആ വാശിക്ക് നിന്നു കൊടുത്താൽ പിന്നെ ആരും നാട് വിട്ട് ജോലിക്ക് പോകാനോ കുടുംബമായിട്ട് ഒരുമിച്ച് നിൽക്കാനോ സാധിക്കില്ല. പിന്നെ ഞാനൊരു അമ്മായി അമ്മയായ ഓരോ മനുഷ്യർക്കും ഓരോ രീതികൾ കാണും. എൻ്റെ രീതികളാകില്ല വന്നുയർന്ന പെൺകുട്ടിക്ക്. അപ്പം ഞാൻ എൻ്റെ രീതികൾ അടിച്ചേൽപ്പിക്കുന്നതിനേക്കാളും നല്ലതല്ലേ അവർക്കായിട്ടൊരു സ്പേസ് കൊടുത്ത് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് മാറി നിന്നാൽ സ്നേഹം അല്ലാണ്ടാകുമോ? വളർത്തി വലുതാക്കിയ പാരൻസിനെ നോക്കുക എന്നത് മക്കളുടെ കടമയാണ്. മാറി നിന്നു എന്ന് കരുതി അവരാരും കടമകൾ മറക്കുന്നില്ല. പിന്നെ സ്വന്തം മക്കളെ പോലെ വന്നു കയറുന്ന മക്കളെ നോക്കുന്ന, അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഒരുപാട് അമ്മമാർ നമുക്കിടയിലുണ്ട്. അത്തരം വീടുകളിൽ ഒരുമിച്ച് നിൽക്കുന്നത് വലിയൊരു ഭാഗ്യമാണ്. പക്ഷെ സാഹചര്യം അതല്ലെങ്കിൽ ഒരു മേൽക്കൂരയ്ക്ക് താഴെ നിന്നുകൊണ്ട് വെറുതെ തർക്കിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ദൂരെയാണെങ്കിലും സ്നേഹത്തോടും അന്തസ്സോടും കൂടി കഴിയുന്നത്. അപ്പോൾ സന്തോഷം മാത്രം.